ഞങ്ങൾ അല്പം ദൂരെ നിന്നെത്തിയവരാണെന്ന് തോന്നുന്നു. 1-2 ദിവസമായി ഇവിടെ കാണുന്നുണ്ടല്ലോ. അതെ സ്വാമി, ഞങ്ങൾ കുറെ വടക്കു നിന്ന് എത്തിയവരാണ്. ഒരാഴ്ച കുളിച്ചു തൊഴുത് അമ്മയെ ധ്യാനിച്ചിരിക്കാൻ ആഗ്രഹിച്ചെത്തിയതാണ് ഇവിടെ. മതിക്കുന്നിലമ്മയെക്കുറിച്ചുള്ള അല്പം ചില കേട്ടറിവുകൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഒരുപാട് വിഷമങ്ങളുമായാണ് ഞങ്ങൾ ഈ ദേവീസന്നിധിയിലെത്തിയത്. മനസ്സിലെ ദുഃഖങ്ങൾ തൊട്ടറിയുകയും ഒന്നും പറയാതെ തന്നെ എല്ലാം തരുന്നവളുമാണ് മതിക്കുന്നിലമ്മ. ഏത് പൂജയാണ് സ്വാമി ഇവിടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത്? എല്ലാ പൂജകളും ഇവിടെ വിശിഷ്ടം തന്നെയാണ്. എന്നാലും ബുധനാഴ്ചകൾ തോറും സർവാഭീഷ്ട വരദായിനിയായ മതിക്കുന്നിലമ്മയുടെ തിരുസന്നിധിയിൽ നടന്നു വരുന്നതും നാനാദേശത്തു നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പ്രാർത്ഥനാപൂർവം പങ്കെടുക്കുന്നതുമായ കാര്യസിദ്ധി പൂജ അതിവിശിഷ്ടം തന്നെയാണ്. അത്യത്ഭുതകരമായ ഫലസിദ്ധിയാണ് മതിക്കുന്നിലമ്മയുടെ തിരുമുമ്പിൽ നടത്തിവരുന്ന ഈ കാര്യസിദ്ധി പൂജയിൽ പങ്കുകൊള്ളുന്നവർക്ക് അനുഭവമാകുന്നത്. കാര്യസിദ്ധി പൂജയോടൊപ്പം ഇവിടെ വന്നെത്തുന്ന എല്ലാ ഭക്തർക്കും അന്നദാനവും തുടർന്നു വരുന്നു. സർവമംഗളകാരിണിയായ അമ്മയോട് തങ്ങളുടെ സർവ്വദുരിതങ്ങൾക്കും മോചനമേകണമേ എന്ന പ്രാർത്ഥനയോടെ ഭക്തജനങ്ങൾ ഒന്നായി ഒരേ മനസ്സോടെ ലളിതാ സഹസ്രനാമ സ്തോത്രം പൂർണ്ണമായും ജപിക്കുക എന്നതാണ് കാര്യസിദ്ധി പൂജയിലെ പ്രധാന ചടങ്ങ്. മന്ത്രമുഖരിതമായ ആ ക്ഷേത്രാന്തരീക്ഷം ഒരപൂർവ അനുഭവം തന്നെയാണ്. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചൊല്ലിയിരിക്കണമെന്ന് പറയാറുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് സ്വാമി? നല്ല ചോദ്യം. ഏവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണത്. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ശ്രീ ലളിതാംബികയുടെ ആജ്ഞപ്രകാരം വശിന്യാദി വാഗ്ദേവികളാൽ രചിക്കപ്പെട്ടതെന്ന് ബ്രഹ്മാണ്ഡപുരാണ ഉത്തരഖണ്ഡത്തിൽ ഹയഗ്രീവ അഗസ്ത്യ സംവാദത്തിൽ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ മഹിമ വിവരിച്ചുകൊണ്ട് ഹയഗ്രീവൻ അഗസ്ത്യനോട് പറയുന്നുണ്ട്. പണ്ട് ഭക്തരുടെ ഹിതത്തിനായി ലോകമാതാവായ ശ്രീ ലളിതാംബിക തന്റെ പ്രസാദത്തിനാൽ വാഗ്വീഭൂതി വിളങ്ങിയവരും ചക്രമന്ത്ര രഹസ്യങ്ങളെല്ലാം അറിയുന്നവരുമായ വശിന്യാദി വാഗ്ദേവികളോടായി ലോകരക്ഷാർത്ഥം ഭക്തിപൂർവം തന്നെ സ്തുതിക്കുവാനും അതിപ്രീതി നേടുവാനും തന്റെ നാമസഹസ്രം കൊണ്ട് ഒരു സമ്പൂർണ്ണ സ്തോത്രം രചിക്കുക എന്നാജ്ഞാപിച്ചു അത്രേ. കൽപ്പനയനുസരിച്ച് രഹസ്യമായ നാമങ്ങളാൽ അവർ ദിവ്യമായ ദേവീസ്തോത്രം രചിച്ചു. രഹസ്യനാമ സഹസ്രമെന്ന് അത് പ്രസിദ്ധവുമായി. പിന്നീടൊരിക്കൽ സഭയിൽ ദേവി സിംഹാസനസ്ഥയായി തന്റെ സേവയ്ക്കായി അഖിലർക്കും അവസരം നൽകിയത്രേ. ദേവിയെ സേവിപ്പാനായി ബ്രഹ്മാണി ബ്രഹ്മകോടികളും ലക്ഷ്മി നാരായണന്മാരോടൊത്ത് ബഹുകോടികളും ഗൗരീകോടികളോടൊത്ത് രുദ്രന്മാർ ബഹുകോടികളും മന്ത്രിണീ ദണ്ഡിനി മുഖ്യശക്തികൾ പലമട്ടിലും അങ്ങനെ അസംഖ്യം പേർ വന്നു ചേർന്നു. സർവർക്കും ദർശനമേകിയ മഹേശ്വരിയെ തന്റെ ഹിതമനുസരിച്ച് എഴുന്നേറ്റ് തൊഴുതു നിന്ന് വശിന്യാദി വാഗ്ദേവികൾ തങ്ങൾ രചിച്ച നാമസഹസ്രകങ്ങളാൽ സ്തുതിച്ചു. വശിന്യാദി വാഗ്ദേവികളാൽ രചിക്കപ്പെട്ടതും എനിക്കിഷ്ടങ്ങളായുള്ള ദിവ്യനാമങ്ങൾ ചേർന്നതുമായ ഈ സ്തോത്രം എന്റെ പ്രീതിക്കായി എന്നും ജപിക്കുകയും ഭക്തർക്കായി ഈ നാമസഹസ്രകം ഉപദേശിക്കുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. ജന്മമധ്യത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഭക്തൻ ഇത് ജപിക്കുകയാണെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടവനായി തീരുന്ന അവൻ ആഗ്രഹിക്കുന്നതെല്ലാം കൈവരുമെന്ന് ദേവി അരുളി ചെയ്തു. ഹയഗ്രീവൻ അഗസ്ത്യനോട് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഭക്തിപൂർവം ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ചൊല്ലിക്കേൾപ്പിച്ചു അത്രേ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം പോലെ ദേവീ പ്രീതി കൈവരുവാൻ സാധിക്കുന്ന മറ്റൊരു സ്തോത്രം ഇല്ലെന്നു തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് മതിക്കുന്നിലമ്മയുടെ തിരുസന്നിധിയിലെ കാര്യസിദ്ധി പൂജയിലൂടെ മനസ്സമാധാനം, ശരീരസുഖം, സന്താനലബ്ധി, മനസ്സുഖം, ധനലാഭം, വിദ്യാലാഭം, മംഗല്യഭാഗ്യം, ഉദ്യോഗലബ്ധി, വ്യവസായ നേട്ടം, ശത്രുദോഷ നിവാരണം, ഭവനഭാഗ്യം, ഋണമോചനം തുടങ്ങി മാനവരെ അലട്ടുന്ന ഏത് ദുഃഖങ്ങൾക്കും അത്ഭുതകരമായ ഫലസിദ്ധി അനുഭവമാകുന്നത്. ബുധനാഴ്ചകൾ തോറും നടത്തിവരുന്ന കാര്യസിദ്ധി പൂജയിൽ തുടർച്ചയായി 21 ആഴ്ചയെങ്കിലും ഓരോ ഭക്തനും വ്രതാനുഷ്ഠാനങ്ങളോട് പങ്കുകൊള്ളുന്നത് ഉത്തമമാണ്. ഇത്തരത്തിൽ
21 ആഴ്ചകളുടെ 3 ഘട്ടങ്ങൾ, അതായത് 63 പൂജകൾ ചേർന്നതാണ് കാര്യസിദ്ധി പൂജയുടെ പൂർണ്ണരൂപം. 21 ബുധനാഴ്ചകളിൽ മുഴുവനും ഒരു ഭക്തന് കാര്യസിദ്ധി പൂജയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ പങ്കെടുക്കുന്ന മറ്റ് ഭക്തജനങ്ങളുടെ പ്രാർത്ഥന പങ്കെടുക്കാൻ കഴിയാതെ വരുന്നവർക്ക് കൂടിയുള്ളതാണെന്നത് മതിക്കുന്നിലെ അമ്മയുടെ ഈ ക്ഷേത്രസന്നിധിയിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. കാര്യസിദ്ധി പൂജയുടെ പ്രധാന ചടങ്ങായ ലളിതാ സഹസ്രനാമ സ്തോത്ര ജപം ഒരു ഭക്തൻ മറ്റൊരു ഭക്തന് വേണ്ടി കൂടി മനമുരുകി അമ്മയോട് ചൊല്ലുമ്പോൾ ദേവീ കൃപയാൽ 21 ആഴ്ച കഴിയുമ്പോഴേക്കും ഭക്തർക്ക് കാര്യസിദ്ധി ഉണ്ടാകുന്നു എന്നത് ഇവിടെ പ്രസിദ്ധമാണ്.
കടാക്ഷം ഞങ്ങൾക്കിടണേ. പ്രപഞ്ച ചൈതന്യമായി, ആദിപരാശക്തിയായി, ഭക്തപ്രിയയായി ശ്രീ മതിക്കുന്നിലമ്മ വാണരുളുന്ന പരിപാവനമായ ക്ഷേത്രസന്നിധിയാണ് ഇത്. കൃതയുഗത്തിൽ ധ്യാനവും ത്രേതായുഗത്തിൽ യാഗവും ദ്വാപരയുഗത്തിൽ പൂജയുമായിരുന്നത്രേ പ്രധാന ഉപാസനാമാർഗങ്ങൾ. എന്നാൽ മനുഷ്യ മനസ്സുകൾ മലിനീകരിക്കപ്പെടുകയും ഏകാഗ്രത നഷ്ടമാകുകയും ചെയ്തപ്പോൾ കലിയുഗത്തിൽ ഉത്തമമായ ഉപാസനാമാർഗമെന്നത് ഈശ്വരനാമ ജപമായി മാറി. കലൗ നാമ സങ്കീർത്തനാഥ്. അതെ, ഈശ്വരനാമ ജപം തന്നെയാണ് കലിയുഗവിധി. മക്കളൊന്നായി അമ്മയ്ക്കു മുമ്പിൽ നിറഞ്ഞ മനസ്സോടെ അർപ്പിക്കുന്ന ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രജപവും ശുദ്ധമായ മനസ്സോടെയുള്ള പ്രാർത്ഥനയും തന്നെയാണ് അമ്മയ്ക്ക് എന്നും പ്രിയങ്കരം. അതുകൊണ്ട് തന്നെയാണ് മതിക്കുന്നിലമ്മയുടെ ഈ തിരുസന്നിധിയിലെ കാര്യസിദ്ധി പൂജയിൽ പങ്കുകൊള്ളുന്ന ഏതൊരു ഭക്തനും കാര്യസിദ്ധി പൂജ പൂർത്തിയാകും മുമ്പേ തന്നെ അമ്മയുടെ അനുഗ്രഹവർഷത്താൽ തന്റെ പ്രാർത്ഥനയ്ക്കൊത്ത അത്ഭുതകരമായ ഫലങ്ങൾ കൈവരുന്നത്. ഇത് മതിക്കുന്നിലമ്മയുടെ തിരുസന്നിധിയിൽ മാത്രം കണ്ടുവരുന്ന അതിശയങ്ങളത്രേ. എല്ലാ അഭീഷ്ടങ്ങളും അമ്മ സാധിച്ചു തരുന്നു. മതിക്കുന്നിലമ്മയുടെ അനുഗ്രഹം ഏറെ മംഗളകരമാണ്. കാര്യസിദ്ധി പൂജയുടെ പൂർണ്ണതയിലൂടെ നടക്കാത്ത കാര്യങ്ങൾ ഒന്നും തന്നെയില്ല എന്നത് ഭക്തരുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു.